ഹായ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒലിവിയ ഡിസൈൻസിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കുറച്ച് കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ലൈവായിട്ട് വന്നിരുന്ന് വീഡിയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് അന്ന് വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, എൻ്റെ അനിയത്തിയുടെ ഫോൺ അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ പറയാനുള്ളത്, സിമ്മും അവളുടെ സ്വന്തം സിമ്മ് തന്നെയാണ്. അവളുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവൾ തന്നെ എടുത്തിട്ടുള്ള സിമ്മാണ്. നാളെ അവളും ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഇതിനു വേണ്ടി പ്രതികരിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ അവളുടെ സിമ്മ് ഉപയോഗിച്ച് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളും വരുന്നത് അവളുടെ പേരിലായിരിക്കും. അതുകൊണ്ട് ഇത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അവളുടെ സ്വന്തം പൈസയ്ക്ക് മേടിച്ച ഫോണ്, അതേപോലെ അവളുടെ സ്വന്തം പേരിലുള്ള സിമ്മുമാണ് അവിടെ അവരുടെ കയ്യിൽ ഉള്ളത്. അതൊന്നും അവർ ചോദിച്ചാൽ തരത്തില്ല. നമ്മൾ കൂടുതലായിട്ട് ചോദിക്കാൻ നിന്ന് അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരും എല്ലാം കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഭയന്നാണ് അവൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അവർ വെള്ളപത്രത്തിൽ ഒന്നും എഴുതാത്ത പത്രത്തിൽ ഒപ്പിടിച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ എഴുതി ചേർത്തിട്ട് അവൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ, അവർ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഒപ്പൊന്നും ബോണ്ടൊന്നും എഴുതി മേടിക്കാറില്ല എന്നൊക്കെ. അപ്പം എൻ്റെ അമ്മയുടെയും എൻ്റെ അനിയത്തിയുടെയും കയ്യിൽ നിന്ന് അങ്ങനെ ഒപ്പിടിച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ എങ്ങനെ ഇത്രയും ഇടുങ്ങിയൊരു റൂമിൽ ഇത്രയും സ്റ്റാഫുകൾ 19 സ്റ്റാഫുകൾ ഇരിക്കും എന്നൊക്കെ ഒരാൾ ചോദിച്ചതിന് മറുപടിയായിട്ട് ഷെഫീന ബീബിയോ അങ്ങനെ അവരുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു റൂമാണത്, അവിടെ അതുമല്ല AC ഒക്കെ ഉണ്ടെന്നുള്ളത്. നല്ല ചൂട് സമയത്ത് പോലും അവരവരുടെ സ്റ്റാഫുകൾക്ക് AC ഒന്നും ഇട്ട് കൊടുക്കാറില്ല. ഇവിടുന്ന് ഞാൻ എൻ്റെ അനിയത്തിനെ ഫോൺ വിളിക്കുമ്പോൾ അവൾ മിക്കപ്പോഴും പറയുന്നതാണ് ചൂട് സഹിക്കാൻ വയ്യ, അവർ AC ഒന്നും ഇടാറില്ല, ഫാനും ഇല്ല, ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെയുള്ളവർക്ക് ചിലവർക്കെങ്കിലും തോന്നും എന്താണ് കുഴപ്പം, അവിടെ AC ഉണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. പിന്നെ കപ്പയും മീൻകറിയൊക്കെ കഴിക്കുന്ന വീഡിയോ ഒക്കെ അവർ ഇന്നിട്ടിട്ടുണ്ട്. അത് എല്ലാം ഇവർ ഷെയർ ചെയ്ത് ഇവരുടെ പൈസയിൽ നിന്ന് മേടിച്ചതിൻ്റെ വീഡിയോ ആണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡും അക്കോമഡേഷനും എല്ലാം പല സ്ഥാപനങ്ങളിലും നമ്മൾ ഫുഡും ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമല്ലോ, അതിലെന്താ തെറ്റെന്ന് എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തെറ്റെന്ന് പറയാൻ ഒന്നുമില്ല. നമ്മൾ ശമ്പളം കിട്ടുമ്പം, അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ ഫുഡും അക്കോമഡേഷനും എല്ലാം കൊണ്ടുപോകണം. പക്ഷേ അവരാരും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞല്ല ആരെയും ജോലിക്ക് എടുക്കുന്നത്. ഇവർ ചെയ്യുന്നത് പോലെ നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ ജോലിക്ക് കയറുമ്പോഴാണ് നമ്മളിതൊക്കെ അറിയുന്നത്. ട്രെയിനിങ് സമയത്ത് മാത്രം നിങ്ങൾ ഫുഡും കാര്യങ്ങളും കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രേ ഉള്ളൂ. ജോലിക്ക് കയറി ബോണ്ടും വെച്ച് കഴിഞ്ഞിട്ട് ഫുഡില്ല, അക്കോമഡേഷൻ ഇല്ല, ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേനും പെട്ടുപോയൊരവസ്ഥയാണ്. പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവിടെ പെൺകുട്ടികളാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് എത്രമാത്രം കെയറും കാര്യങ്ങളും കൊടുക്കണം എന്നുള്ളത്. ഞാൻ അസുഖങ്ങൾ എന്തെങ്കിലും വന്നാൽ നമ്മൾ അന്വേഷിക്കാറ് പോലും ഇല്ല എന്നുള്ളത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇവരുടെ സ്ഥാപനവും ഇവർ ഈ പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ഹോസ്റ്റലും തമ്മിലുള്ള ദൂരമാണ്. എന്നും വണ്ടിയും വിളിച്ച ആരും വരത്തില്ല. രാവിലെ ഇവർ 10 മണി എന്നുള്ളൊരു സമയത്ത് അവിടെ ചെല്ലുകയും പിന്നെ കമ്മീഷൻ ബേസിൽ ഇവർ ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അതിന് ഇവർ ഫൈൻ ഈടാക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ 5 മണി, 6 മണി, 9 മണി, രാത്രി മുഴുവൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പം ഒരു 9 മണി 8 മണി ഒരു സമയത്ത് ഇത്രയും ദൂരം ഒരു മണിക്കൂറോളം നടക്കാനുണ്ടെന്നാണ് എൻ്റെ അനിയത്തി പറഞ്ഞത്. അപ്പോൾ ഇത്രയും ദൂരം നടന്ന് അവരുടെ ഹോസ്റ്റലിലോട്ട് ഒരു രാത്രി ഒരു പെൺകുട്ടി നടന്ന് പോകുന്നതെന്ന് ഓർത്ത് നോക്കിയേ. അപ്പം എന്ത് സേഫ്റ്റിയാണ് കൊടുക്കുന്നതെന്നാണ് ഈ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ ഇട്ടിട്ട് അവരുടെ സ്ഥാപനം പൂട്ടിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം, അതോ പല വസ്ത്ര സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നിട്ടാണോ നിങ്ങളിങ്ങനെ വീഡിയോ ഇടുന്നതെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതിനൊരു മറുപടിയുള്ളൂ, ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും തന്നെ തുണിക്കടയില്ല, ഇതേപോലെ ഓൺലൈനായിട്ട് തുണിയുടെ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹവും ഇല്ല. അതേപോലെ അവരുടെ കട പൂട്ടിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല. എനിക്ക് ആകെ തോന്നിയതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പം എൻ്റെ അനിയത്തിക്കുണ്ടായ ഒരു അനുഭവം അത് മറ്റുള്ളവരോട് പറയണം. ഇനി ആരും അവിടെ ഇതേപോലെ ജോലിക്ക് പോയി പെട്ടു പോകരുത്. 3 മാസം അവൾ അവിടെ ജോലി ചെയ്തല്ലോ, അപ്പോൾ അവളുടെ ഒരു എക്സ്പീരിയൻസ്
എന്താന്നുള്ളതൊന്ന് പറയണം എന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവരുടെ കട പൂട്ടിക്കണം എന്നൊന്നുമല്ല. എന്നാ ഒരാൾ ഒരു വലിയൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു വലിയൊരു ഷോപ്പ് ഉണ്ടാക്കി എടുക്കുന്നത് എന്തോരം അധ്വാനിച്ചിട്ടാന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതൊന്നും നമ്മൾ പൂട്ടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പൂട്ടിക്കാൻ തക്ക വിധം നമ്മുടെ പ്രവൃത്തിയും ശരിയായിരിക്കണം. നമ്മൾ നമ്മുടെ സ്റ്റാഫിനോട് ചെയ്യുന്ന അനീതിക്കാണ് ഇപ്പം എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മര്യാദയ്ക്ക് ഇപ്പം 20,000 30,000 ഒന്നും ശമ്പളം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു 10,000 15,000 അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഫുഡും അക്കോമഡേഷനോ ഒക്കെ കൊടുത്ത് മാന്യമായിട്ട് അവിടെ ഉള്ളവരോട് പെരുമാറി പ്രാകാതെ അവരുടെ വീട്ടുകാരെയൊക്കെ നിങ്ങൾക്ക് ഔദാര്യം തരുന്ന ജോലിയാണെന്നും നിങ്ങൾക്ക് അഷ്ടിക്ക് വകയില്ലാത്തവരാണെന്നും പറഞ്ഞ് അത് താറടിച്ച് കാണിക്കാതെ അതേപോലെ അവരോട് ഇച്ചിരി മയത്തിൽ സ്നേഹത്തിലൊക്കെ പെരുമാറുമോ. പിന്നെ ശമ്പളം തരുന്നതിൻ്റെ പകുതി മുക്കാൽ പൈസയും തിരിച്ച് ഓരോ ഫൈനും കാര്യങ്ങളും പറഞ്ഞ് തിരിച്ച് മേടിക്കാതെ ഒക്കെ ഇരിക്കുവാണെങ്കിൽ ആരും ഇവർക്കെതിരെ ഒന്നും പറഞ്ഞ് ഇവരുടെ സ്ഥാപനം പൂട്ടിക്കാനൊന്നും വരത്തില്ല. അപ്പം നമ്മുടെ കയ്യിലിരിപ്പും കൂടെ കുറച്ച് ശരിയാവണം. അല്ലാതെ ഒരു സ്ഥാപനം പൂട്ടിക്കണമെന്നും പറഞ്ഞ് ആരും വീഡിയോ ഇട്ടുകൊണ്ട് വരത്തില്ല. ഞാൻ വീഡിയോ ഇട്ടത് അതിനു വേണ്ടിയല്ല.